തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് ഉയർത്തിയ ചിത്രങ്ങളിലൊന്നായ തങ്കലാൻ റിലീസിനൊരുങ്ങുകയാണ്. ഓഗസ്റ്റ് 15-നാണ് ചിത്രം വേൾഡ് വൈഡായി റിലീസിനെത്തുന്നത്. തങ്കലാന്റെ കേരള അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. വമ്പൻ ബുക്കിംഗ് ആണ് ചിത്രത്തിന് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്കലാൻ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഗോകുലം ഗോപാലന്റെ ശ്രീഗോകുലം മൂവീസ് ആണ്. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്കലാന്റെ കേരളത്തിലെ പ്രമോഷൻ പരിപാടികൾ റദ്ദാക്കിയിരുന്നു. ഒപ്പം പ്രമോഷനായി മാറ്റിവെച്ച തുക ശ്രീഗോകുലം മൂവീസും തങ്കലാന്റെ നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ഗ്രീനും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തിരുന്നു. ചിയാൻ വിക്രമും പാരഞ്ജിത്തും അടങ്ങുന്ന സംഘം കേരളക്കരയിൽ എത്തുന്നത് കാത്തിരുന്നവരായിരുന്നു ഏറെയെങ്കിലും ഉരുൾപൊട്ടലിൽ തകർന്നവർക്ക് താങ്ങാവുന്ന ഈ മാതൃകാ പ്രവൃത്തിയെ ആരാധകരും സിനിമാ പ്രേമികളും ഏറെ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തങ്കലാൻ ഷൂട്ടിനിടെ വിക്രത്തിന് സംഭവിച്ച അപകടത്തെക്കുറിച്ചും അടുത്തിടെ ഒരു പ്രൊമോഷൻ പരിപാടിക്കിടെ പാരഞ്ജിത്ത് വെളിപ്പെടുത്തിയിരുന്നു. തങ്കലാന്റെ ഷൂട്ടിനിടയിൽ വിക്രത്തിന്റെ വാരിയെല്ലിന് പരിക്കേറ്റിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എന്നാൽ വാരിയെല്ലിന് പരിക്കേറ്റിട്ട് പോലും ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് വിക്രം തീരുമാനിച്ചതെന്നും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തോടുള്ള കമ്മിറ്റ്മെന്റും സിനിമയോടുള്ള പാഷനും തന്നെ ഞെട്ടിച്ചുവെന്നും പാരഞ്ജിത്ത് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എത്ര റിസ്ക് എടുത്തും സിനിമ പൂർത്തിയാക്കാനുള്ള വിക്രത്തിന്റെ ഡെഡിക്കേഷനാണ് പാരഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയത്. മുൻപും പല സംവിധായകരും വിക്രത്തിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും തങ്കലാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി ഒരാഴ്ച പോലും സമയം ബാക്കിയില്ല. അന്യനിലും പിതാമകനിലും അയ്യിലും ഒക്കെ കണ്ട് അതിശയിച്ച വേഷങ്ങൾക്കും അപ്പുറം ചിയാൻ വിക്രത്തിന്റെ വേറിട്ട അവതാരമായിരിക്കും തങ്കലാനിൽ പ്രേക്ഷകർ കാണാൻ പോകുന്നത് എന്ന് തന്നെയാണ് ട്രെയിലറും ടീസറും ഒക്കെ ഉറപ്പു നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് തങ്കലാന്റെ സെൻസറിങ്ങും പൂർത്തിയായത്. സെൻസർ ബോർഡിൽ നിന്ന് UA സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് വിക്രവും പാരഞ്ജിത്തും ഒരു പ്രൊജക്റ്റിൽ ഒരുമിച്ചെത്തുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്കും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. തങ്കലാന് വേണ്ടി വിക്രം നടത്തിയ മേക്ക് ഓവർ പ്രശംസിച്ചെത്തിയ നിരവധി പ്രതികരണങ്ങൾ ഇതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തങ്കലാൻ ഈ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 2 തവണ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും പോസ്റ്ററുകളും ഒക്കെ മികച്ച പ്രതികരണം നേടിയിട്ടുണ്ട്. KGF-ന്റെ പശ്ചാത്തലത്തിലുള്ള പീരിയോഡിക്കൽ ആക്ഷൻ ചിത്രമായിട്ടാണ് തങ്കലാൻ ഒരുങ്ങിയിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ ആധാരമാക്കിയാണ് ചിത്രം ഒരുങ്ങിയിട്ടുള്ളത്. KGF-ന് തുടക്കകാലത്ത് നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങളാണ് സിനിമയിലുള്ളത്. മാളവിക മോഹൻ, പാർവതി തിരുവോത്ത് എന്നിവരും ചിത്രത്തിൽ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഹോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുമുണ്ട്. GV പ്രകാശ് കുമാർ സംഗീതമൊരുക്കിയ ചിത്രത്തിന് കിഷോർ കുമാർ ഛായാഗ്രഹണവും സെൽവ RK എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുകയാണ്. SS മൂർത്തി കലാസംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത് സ്റ്റണ്ണർ സാമാണ്. അതുപോലെ ചിയാൻ വിക്രത്തിന്റെ 63-ാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗും ഉടൻ ആരംഭിക്കും. ശാന്തകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. വീരധീര സൂരൻ എന്ന സിനിമയുടെ ഷൂട്ടും വിക്രത്തിന്റേതായി അണിയറയിൽ നടക്കുന്നുണ്ട്. SU അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമൂടും അഭിനയിക്കുന്നുണ്ട്. വിക്രത്തിന്റെ ധ്രുവ നക്ഷത്രവും എന്ന് റിലീസാകുമെന്നറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്.